ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചനത്തിൻ്റെ പഠനത്തിനായിട്ട് നമുക്ക് ദൈവസന്നദ്ധിയിലേക്ക് അടുത്തു വരുവാൻ ഇടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ഈ നിലയിലൂടെ കടന്നു വരുവാനും നിങ്ങളോട് ഒരുമിച്ചായിരിക്കാനും സാവകാശം ലഭിച്ചത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഇവിടെയുള്ള സുവിശേഷ പ്രവർത്തനങ്ങളിലും കൂടിവരലിലും സന്തോഷത്തോടെ പങ്കെടുക്കുവാൻ ഇടയാകുന്നത് എനിക്ക് വളരെ സന്തോഷം നൽകുന്ന വസ്തുതയാണ്. ഈ നിലയിൽ ദൈവവചനത്തിലും ചില ചിന്തകൾ പറയുവാനായിട്ട് എന്നെ ഏൽപ്പിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച വിഷയത്തോട് ബന്ധപ്പെട്ടാണ് എന്നും ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നാം പ്രാരംഭമായിട്ട് 3 വചനഭാഗങ്ങളെയാണ് വായിക്കുവാനിടയായത്. പ്രാരംഭമായിട്ട് നാം വായിച്ചത് യെശയ്യാപ്രവചനം 33-ാം അധ്യായം 15-16 വാക്യങ്ങൾ വായിച്ചാണ് നാം തുടങ്ങിയത്. അതിനുശേഷം അതിന് ഏറെക്കുറെ സമാനമായിട്ടുള്ള ഒരു സങ്കീർത്തന ഭാഗം 15-ാം സങ്കീർത്തനം വായിക്കുകയുണ്ടായി. അത് രണ്ടും വായിച്ചിട്ട് നാം ഓർത്തത് 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 19-20 വാക്യങ്ങൾ അവസാന വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ നിങ്ങളുടെ ശരീരത്തെ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമ്മുടെ ശരീരത്തെ കൊണ്ട് നമുക്ക് എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കും എന്നുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുവാനായിട്ട് ഇടവന്നത്. അത് ചിന്തിച്ചപ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ രൂപഘടന, മനുഷ്യ ശരീരത്തിൻ്റെ ഉത്ഭവം, അതിൻ്റെ മഹത്വം, ആ കാര്യങ്ങളെക്കുറിച്ച് നാം ഓർക്കുകയുണ്ടായി. ഇത് മനുഷ്യ ശരീരം. അപ്പോൾ മനുഷ്യനെ കുറിച്ചും നാം ചിന്തിച്ചു. 3 തരത്തിലുള്ള മനുഷ്യരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്ന് ഓർക്കുകയുണ്ടായി. പ്രാകൃത മനുഷ്യൻ, ജഡിക മനുഷ്യൻ, ആത്മീക മനുഷ്യൻ. ഈ 3 തരത്തിലുള്ള ആളുകളെക്കുറിച്ചും നാം അല്പമായിട്ട് ഓർക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുശേഷം മനുഷ്യൻ്റെ ശരീരം എന്നതിൽ നിന്നുകൊണ്ട് പൊതുവായി അറിഞ്ഞിരിക്കേണ്ട 6 കാര്യങ്ങൾ ഓർക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതും കഴിഞ്ഞ് ഇപ്പോൾ ആദ്യം വായിച്ച ഭാഗത്ത് യെശയ്യാപ്രവചനം 33-ന്റെ 15-16 ഭാഗങ്ങളെ ശരീരത്തിലെ അവയവങ്ങളെ കൊണ്ട് വിഭജിച്ച് നാം ഓർത്തിട്ട് ആണ് ക്ലാസ് അവസാനിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഒന്ന് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് പുതിയ വിഷയമല്ല, നമുക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്ന കാര്യമാണ്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്നത് എന്തുകൊണ്ടും എന്താകണം? ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടണം. കൊരിന്ത്യർ ലേഖനം നാം പരിശോധിക്കുമ്പോൾ നാം വായിക്കുന്നുണ്ട്: ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യുവിൻ. അപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം എന്താ ചെയ്യുന്നത്? ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അതുപോലെ ദൈവസന്നദ്ധയിൽ കടന്നു വന്ന് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. പിതാവിനെ മഹത്വപ്പെടുത്തുന്ന ശുശ്രൂഷയായിട്ട് ആറാമിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഏത് നിലയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് മഹത്വപ്പെടുന്നതിന് അനുയോജ്യമായ നിലയിലും നമ്മുടെ ജീവിതം ആയിത്തീരേണ്ടത് വളരെ ആവശ്യമാണ്. വളരെ കൂലങ്കക്ഷമായിട്ട് ഗൗരവത്തോടും ഈ കാര്യം ചിന്തിച്ച് നാം മുൻപോട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിച്ചാൽ കർത്താവ് നമ്മെ ധന്യകരമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉടമകളാക്കി തീർക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാം യെശയ്യാപ്രവചനം 33-ാം അധ്യായത്തിൽ ശരീരത്തിലെ 6 അവയവങ്ങളെ വിഭജിച്ച് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. നാം വായിച്ച സങ്കീർത്തനം 15-ലും ശരീരത്തിലെ അവയവങ്ങളെയാണ് എടുത്ത് കാണിക്കുന്നത്. അത് നിങ്ങൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവിടെയും കാലുകൾ, നാവ്, കാതുകൾ, നമ്മുടെ വായും അധരങ്ങളും, ഹൃദയം, കണ്ണുകൾ, നമ്മുടെ കൈകൾ എന്നീ 7 കാര്യങ്ങളെ ആ 15-ാം സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ എന്നോട് ചേർത്ത് പറയട്ടെ. യെശയ്യാപ്രവചനം 33-ാം അധ്യായം 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ ഒരു പ്രസ്താവനയ്ക്ക് ഉത്തരമായിട്ടാണ് യെശയ്യാപ്രവചനം
33-ന്റെ 15-ാം വാക്യം കാണുന്നത്. ആ ഏത് പ്രസ്താവന എന്ന് വെച്ചാൽ 33-ന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും, പാറക്കോട്ടകൾ അവൻ്റെ അഭയസ്ഥാനമായിരിക്കും, അവൻ്റെ അപ്പം അവന് കിട്ടും, അവന് വെള്ളം പൊട്ടിപ്പോകുകയില്ല. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, എങ്ങനെയുള്ളവരാണ് ഇത് ലഭിക്കുന്നത്? അതിനുത്തരമാണ് 33-ന്റെ 15-ാം വാക്യം. അതുപോലെ തന്നെയാണ് 15-ാം സങ്കീർത്തനം. അതുകൊണ്ടാണ് അത് ചേർത്ത് വായിക്കുവാനായിട്ട് ഇടയായിരിക്കുന്നത്. 15-ാം സങ്കീർത്തനത്തിൽ എന്താ ആദ്യം വായിക്കുന്നത്? യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, യഹോവേ നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. അതിനുള്ള ഉത്തരമാണ് അതിനെ തുടർന്നുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് ഈ ഭാഗങ്ങൾ വളരെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ അതിനോട് യോജിച്ച് അതിനെ അനുസരിച്ച് പ്രാർത്ഥനയോർത്തതുപോലെ കേൾക്കുന്ന വചനം നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് വളരെ അതിനെ അനുസരിച്ച് ജീവിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ആ നിലയിൽ നാം ആയിത്തീരേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്ക് യെശയ്യാപ്രവചനം 33-ാം അധ്യായത്തിൻ്റെ 15-ഉം 16-ഉം വാക്യം ഒന്നുകൂടെ വായിക്കാം. യെശയ്യാപ്രവചനം 33-ാം അധ്യായം അതിൻ്റെ 15-ഉം 16-ഉം വാക്യങ്ങൾ. വളരെ ക്രിസ്തീയ ജീവിതത്തിന് വളരെ വിലപിടിപ്പുള്ളതായിട്ടുള്ള വളരെ മുതൽക്കൂട്ടായിരിക്കുന്ന ഒരു വാക്യമാണ് നാം വായിച്ച് കേട്ടത്. ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമായിട്ട് നാം മനസ്സിലാക്കണം. ശരീരത്തിലെ 6 അവയവങ്ങളെയാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നതെന്ന് നാം ചിന്തിക്കുകയുണ്ടായി. റോമാലേഖനം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് സമർപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ശരീരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഈ അവയവങ്ങളുടെ പ്രാധാന്യമൊക്കെ നാം മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ അതിനോട് ബന്ധപ്പെട്ടിട്ടും അനേകമായിട്ടുള്ള പ്രായോഗികമാക്കേണ്ട അനുഗ്രഹീതമായ സത്യങ്ങളെ നമ്മെ ഓർപ്പിച്ചുണർത്തുന്നുണ്ട്. വായിച്ച ഭാഗത്ത് നാം ആദ്യം കണ്ടത് നീതിയായി നടന്ന് എന്നാണ്. ഇന്ന് നമ്മുടെ നടപ്പിനെ കുറിച്ച് പറയാം എന്നാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. 6 വിഷയങ്ങളുണ്ട്. പക്ഷേ അടുത്തുള്ള എനിക്ക് സമയം തന്നാൽ 1-2 ക്ലാസ്സിൽ പെട്ടെന്ന് നിർത്തിയിട്ട് അധികം വിശദീകരിക്കാതെ നിർത്താമെന്നാണ് കരുതുന്നത്. ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെയുള്ളവരിൽ നിന്ന് കേൾക്കാനായിട്ട് ഞാൻ ബാധ്യസ്ഥനാണ്. അതിൽ നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് കാര്യം പറഞ്ഞ് നിർത്തിക്കൊള്ളാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ നാം നീതിയായി നടന്ന് എന്ന് പറയുമ്പോൾ അവിടെ നടപ്പിനെയാണ് കാണിക്കുന്നത്. നടക്കാൻ നമുക്ക് ഏത് അവയവമാണ് ആവശ്യമായിട്ടിരിക്കുന്നത്? കാലുകളാണ്. കാലുകൾ ഇല്ലാത്ത ആൾക്ക് നടക്കാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ഈ കാലിനെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ മഹത്വകരമായിട്ടൊരു കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. എന്നാൽ ഈ കാലിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? അതിലേക്ക് നമുക്ക് വരാം. എന്നാൽ ഞാൻ ശരീരശാസ്ത്രത്തിലേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിച്ചത്. കാലിന്റെ പ്രാധാന്യം എന്താ? ശരീരത്തെ മുഴുവൻ ഭാരത്തെ താങ്ങുന്ന ഒരു അവയവമാണ് കാൽ. ഞാൻ ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ കാലിന് ബലക്ഷയം സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? വീഴ്ച സംഭവിക്കും. വീണാൽ നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളും ഡാമേജ് ആയിട്ട് തീരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആത്മീയമായ ഭാഷയിൽ പറയുമ്പോൾ ഈ നമുക്ക് കാല് നടപ്പിനെ കാണിക്കുന്ന, നടപ്പ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ കാണിക്കുന്ന എന്നൊക്കെ നാം പറയാറുണ്ട്. നമ്മുടെ സേവനം, നമ്മുടെ ദിശ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നാം ഓർക്കാറുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഈ കാലിനുള്ള മഹത്വത്തെ കുറിച്ച് നാം അറിഞ്ഞിരിക്കണം.
ഈ കാലുകൊണ്ട് നാം നടന്ന് നാം പോകേണ്ട സ്ഥാനത്തേക്ക് പോകാൻ കഴിയണം. കാലിന് നിൽക്കാനായിട്ട് സാധിക്കുമല്ലേ? ഈ ശരീരത്തിന്റെ ഭാരം എല്ലാം വഹിച്ചുകൊണ്ട് നിൽക്കാനായിട്ട് സാധിക്കും. നമ്മുടെ നിൽപ്പോടെയാണ് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുവാനായിട്ട് നമുക്ക് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. മനുഷ്യന്റെ കാലുകൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയിൽ മനുഷ്യന് അവയവങ്ങൾ സൃഷ്ടിച്ചപ്പോൾ കാലിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിൽക്കാനും നടക്കാനും ശരീരഭാരം താങ്ങാനും ഒക്കെ അതിൻ്റെതായിട്ടുള്ള നിലയിൽ ഈ ഇതുപോലെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ അവയവത്തെ സൂക്ഷിച്ചാൽ നമ്മുടെ അനേകമായ ക്രിസ്തീയ ജീവിതത്തിലെ വീഴ്ചകളിൽ നിന്ന് കുറവുള്ളവരായിട്ട് അതിൽ നിന്ന് വിടുതലുള്ളവരായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ ശരീരശാസ്ത്രത്തിലേക്ക് നമുക്ക് പോകാം. ഇത് നമ്മൾ വളരെ വളരെ കുറഞ്ഞ നിലയിലൊക്കെ ചിന്തിച്ചാൽ അത് എത്രത്തോളം മനസ്സിലാകും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ നമ്മുടെ ഈ കാലുകൾക്ക് ശരീരശാസ്ത്രം പറയുന്നത് അറിയാതിരിക്കും 26 അസ്ഥികളുണ്ട് എന്നാണ് പറയുന്നത്. 26 അസ്ഥികൾ. ഞാനതൊരു നിരീക്ഷണം നടത്തിയതാണ്. എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഞാനിത് ചിന്തിച്ചപ്പോൾ അത് കണ്ടുപിടിച്ചതാണ്. അതിന് നമ്മുടെ ഈ കാൽഭാഗത്തിന്റെ അടിഭാഗത്ത് 7 അസ്ഥികളും മധ്യഭാഗത്ത് എത്ര ശിസ്ത്രം 5 അസ്ഥികളാണുള്ളത്. 5 അസ്ഥികൾ. പിന്നെ വിരലുകളിലായിട്ട് 14 അസ്ഥികൾ. അപ്പോൾ 26 അസ്ഥികൾ ചേർന്നിട്ട് ഈ കാൽഭാഗത്തെ അതിനെ രൂപപ്പെടുത്തിയിട്ട് ഈ ശരീരത്തിന്റെ ഭാരം മുഴുവനും വഹിക്കത്തക്ക നിലയിൽ അതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ്. നാം ഓർക്കാറുണ്ട്, വളരെ അത്ര വലിയ ഗൗരവം കൊടുത്തിട്ട് അല്ലെങ്കിൽ ഓർക്കാറുണ്ട്, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയാ സൃഷ്ടിച്ച? ഭയങ്കരവും അതിശയവുമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. ശരീരശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്കതിന്റെ മഹത്വത്തെ മനസ്സിലാക്കാൻ കഴിയും. ദൈവം എത്രയോ അതിശയമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. നമുക്കറിയാം, ഓരോരുത്തരുടെ വെയിറ്റ് പല നിലയിലാണ്. എനിക്ക് ഏതാണ്ട് ഒക്കെ വെച്ചിട്ട് കുറവുണ്ടെങ്കിൽ 78 കിലോ ഉണ്ട്. മാറ്റിച്ചാൽ എത്രയുണ്ടെന്ന് എനിക്കറിയൂടെ, മാറ്റിച്ചാൽ അറിയാം. അപ്പോൾ നമ്മുടെ ഈ ചെറിയ ഈ കാലുകൾ നമ്മുടേതായിട്ടുള്ള ശരീരഭാഗം താങ്ങത്തക്ക നിലയിൽ ഈ കാലുകൾക്ക് ബലം നൽകിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതിന്റെ മഹത്വം നാം മനസ്സിലാക്കാതെ പോകരുത്. രണ്ടാമതായിട്ട് ശരീരശാസ്ത്രത്തെ കുറിച്ചാണ് പറയുന്നത്. അല്പം ജീവിക്കുകയാണ്. ഓക്കെ, അടുത്തത് സന്ധികളാണ്. സന്ധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സിസ്റ്റർ ചെയ്യുന്നത്? അസ്ഥികൾ തമ്മിൽ ബന്ധിപ്പിച്ച് ഇതിന്റെ ചലനത്തെ നിയന്ത്രിക്കുന്നതാണ്. അപ്പോൾ ഈ കാലിന് പ്രാധാന്യമുണ്ടോ? കാലിന് പ്രാധാന്യമുണ്ട്, വളരെ പ്രാധാന്യമുണ്ട്. അത് മറന്നു പോകരുത്. മൂന്നാമതായിട്ട് മസിൽസ് ആണ്. കാൽമുട്ടും വിരലുകളും അതിനെ ചലിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന മാംസപേശികൾ. നാലാമതായിട്ട് സന്ധിബന്ധങ്ങൾ. അത് അറിയാമായിരിക്കും, ലിഗമെന്റ്. ലിഗമെന്റിന്റെ പ്രവർത്തനം നമുക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ ഒന്ന് ക്രമം തെറ്റിയ എന്ത് ബുദ്ധിമുട്ടാണെന്ന് അത് അനുഭവിച്ചവർക്കറിയാം. അപ്പോൾ ആ നിലയിലാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അഞ്ചാമതായിട്ട് നോക്കുമ്പോൾ നാഡികളും രക്തക്കുഴലുകളും, നെർവ്സ് ആൻഡ് ബ്ലഡ് പിന്നെ ബ്ലഡ് വെസൽസ്, ഈ രണ്ടും ചേർന്നിട്ട് ശരീരവുമായിട്ടുള്ള ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്ന പ്രക്രിയയാണ് കാലിന് നൽകുന്നത്. അതുകൊണ്ട് ഈ കാലിന് വളരെ പ്രാധാന്യമുണ്ട്. നാം ആത്മീയമായ വിഷയങ്ങളോട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ കാലുകൾ ഇവിടെ പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആദ്യമായിട്ടാണ് നീതിയായിട്ട് നടക്കണം. അപ്പോൾ നമ്മുടെ നടപ്പ് എത്രത്തോളം വിശുദ്ധമായിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ആത്മീയ ജീവിതം ധന്യമായി തീരുന്നത് എന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. കാലിനെ കുറിച്ചുള്ള ഇനി ബൈബിൾ സത്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ബൈബിളിൽ കാലുകൾ പ്രതീകാത്മകമായിട്ടാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നാം അത് ഓർത്തതാണ്. നടപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്, സേവനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ശുദ്ധിയോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ
ദിശ നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട് ഞാനതിൽ 5 കാര്യങ്ങൾ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നടപ്പിനോടുള്ള ബന്ധത്തിൽ, കാലുകളോടുള്ള ബന്ധത്തിൽ 5 കാര്യങ്ങൾ പ്രധാനമായിട്ടും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് തിരുവെഴുത്ത് വളരെ ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്ന വിഷയങ്ങളാണ്. പുതിയ കാര്യങ്ങളല്ല കേട്ടോ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒന്നുകൂടെ നമുക്കതിനെ ഓർമ്മിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒന്ന്, ഈ നടപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് വിശുദ്ധ നടപ്പിനുള്ള വിളിയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആരെങ്കിലും പെട്ടെന്ന് സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം 26-ാം വാക്യം വായിച്ചാൽ നല്ലതാണ്. സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം 26-ാം വാക്യം. അതെ, അപ്പോൾ ഈ കാലിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അവിടെ പറയുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ, ആ വഴികളെ സ്ഥിരമാക്കേണ്ടതായിട്ടുള്ള കാര്യത്തെ അവിടെ വ്യക്തമാക്കി നമ്മോട് പറയുക. നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക, നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ. അപ്പോൾ കാലുകൾക്ക് നമുക്ക് നടക്കാൻ അറിയാം. അപ്പോൾ പാത നിരപ്പാക്കേണ്ട ആവശ്യത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. കാലുകളുടെ പാതയെ നിരപ്പാക്കണം. നമുക്കറിയാം, കുണ്ടും കുഴിയുള്ള വഴിയിലൂടെ, അല്ലെങ്കിൽ മുള്ളും അതുപോലെ കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞതായിട്ടുള്ള പാതയിലൂടെ നടക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയുള്ള വഴി നാം സാധാരണ തിരഞ്ഞെടുക്കാറില്ല. നമുക്ക് സുഗമമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ടുള്ള പാതയാണ് നാം തിരഞ്ഞെടുക്കുക. ആത്മീയമായ വിഷയത്തില് നമുക്ക് ശരിയായിട്ടുള്ള വഴിയിലൂടെ നടക്കുവാനായിട്ട് കർത്താവ് നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. ഇവിടെ പറയുകയാണ്, നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക. അപ്പോൾ ഈ കാര്യം പറയുമ്പോൾ നമ്മുടെ വഴിയെ നാം തിരഞ്ഞെടുക്കേണ്ട വഴി എന്താണ് എന്നുള്ളത് നാം ആണ് തിരഞ്ഞെടുക്കേണ്ടത്. അത് നമ്മുടെ ജീവിതത്തോടെ ഓർക്കുവാനായിട്ട് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. ജീവിതത്തിൽ നാം പോകേണ്ട വഴി ദൈവം തന്നെയാണ് നമ്മെ കാണിക്കുന്നത്. യഹോവ ഭക്തനായ പുരുഷന്മാർ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി താൻ അവന് കാണിച്ചു കൊടുക്കുന്നത് സങ്കീർത്തനങ്ങൾ 25 നാം വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാം ഒരു കാലത്ത് നമ്മുടെ വഴികളിൽ ജീവിച്ചിരുന്നവരായിരുന്നു. എന്നാൽ ഇന്ന് നാം പുതിയ വഴിയിലൂടെ പോകുന്നവരാണ്. ആത്മീയമായ ഭാഷയിൽ പറയുമ്പോൾ ഈ വഴി ഇടുക്കും ചെരുക്കൊക്കെ ഉള്ളതാണ് എന്ന് പറയുമ്പോൾ തന്നെയും അത് വിശുദ്ധ വഴിയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ചിന്തയ്ക്ക് വിഷയീഭവിക്കുന്ന നിലയിലുള്ള വഴികളിലേക്കല്ല, മറിച്ച് ദൈവം കാണിക്കുന്ന വഴിയിലൂടെ കടന്നു പോകുവാനായിട്ട് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ കാലുകളോടുള്ള ബന്ധത്തില് ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൈവ പൈതലിനോടുള്ള ബന്ധത്തില് വളരെ പ്രാധാന്യം കൊടുത്തെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി അത് വിശുദ്ധ വഴിയായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ കാലുകൾ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന മനോഹരമായിട്ടുള്ള കാലുകളായിട്ട് തീരണം എന്നുള്ളതാണ്. പ്രഭാലേഖനം 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന 15-ാം വാക്യം, അവിടെ വായിക്കുന്ന എന്താണ്? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. ഞാനൊന്ന് പറയട്ടെ, ഇതിനോട് ചേർത്ത് പറയട്ടെ. ആർക്കെങ്കിലും ജീവിതത്തെ മനോഹരമാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ സുവിശേഷം അറിയിച്ചാൽ മതി. ഈ സുവിശേഷം അറിയിക്കുവാനായിട്ട് നമ്മുടെ കാലുകൾ അതിനായിട്ട് നാം ഒരുക്കപ്പെടുമ്പോൾ ആ ജീവിതം എത്രയോ ധന്യകരമാണ്. യെശയ്യാപ്രവചനം 52-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. അറിയാവുന്ന വാക്യമാണ്. യെശയ്യാപ്രവചനം 52-ന്റെ 7-ാം വാക്യം. അവിടെ
നാം വായിക്കുന്നു, സമാധാനത്തെ ഘോഷിച്ച് അവയെ നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്ത ദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം. 15-ാം സങ്കീർത്തനത്തിൽ നാം വായിച്ചു, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, യഹോവയുടെ കൂടാരത്തിൽ ആർ പാർക്കും. ഉത്തരം കിട്ടുന്നില്ലേ? തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. നമ്മുടെ കാലുകൾ കർത്താവിന് വേണ്ടി ഓടുവാനായിട്ട് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. നാം പാടാറുണ്ട്, ഓടട്ടെ എന്നൊക്കെ പറഞ്ഞ് നാം പാടാറുണ്ട്. പക്ഷേങ്കിൽ നാം നമ്മുടെ കർത്താവിന് വേണ്ടി എത്രത്തോളം ഓടുന്നുണ്ട്? എനിക്ക് വന്നു പോയിട്ടുള്ള കുറവുകൾ, പോരായ്മകൾ, ഇതെല്ലാം നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാലുകളോടുള്ള ബന്ധത്തിൽ രണ്ടാമത് നാം കാണുന്നത്, ഇത് സുവിശേഷീകരണത്തിന് വേണ്ടി മനോഹരമാക്കപ്പെടുന്ന കാലുകളാണ്. ഈ കാലുകൾ തന്നില്ല എങ്കിൽ പോയി പറയാനായിട്ട് സാധിക്കുകയില്ല. കാരണം പോയി പറയേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മുടെ അരിമനാഥനും എന്താ ചെയ്തത്? അവൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നവനാണ്. അവനാരെ ഇങ്ങോട്ട് വാ എന്ന് വിളിച്ച് പറഞ്ഞത് ചെന്നതല്ല, ജനങ്ങളുടെ ഇടയിലേക്ക് അവൻ ഇറങ്ങിച്ചെന്നു. അവൻ തികച്ചും ജനകീയനായിട്ട് ഈ ഭൂമിയിൽ പാർത്തവനാണ്. മൂന്നാമത്തെ കാര്യം, ഈ കാലുകളോട് ബന്ധത്തിൽ ദാസ്യത്വത്തിന്റെ ഒരു അടയാളമാണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്താ ചെയ്യുന്നത്? അവിടെ ഒരു മഹനീയമായ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. സാധാരണ ആരും ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് കർത്താവ് അവിടെ ചെയ്ത ശിഷ്യന്മാരെ കാണിക്കുന്നത്. എന്താണ് കാണിക്കുന്നത്? ശിഷ്യന്മാരുടെ കാലുകളെ കഴുകുന്ന വാഴ്ത്തപ്പെട്ട കർത്താവിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ കാല് എന്ന് പറയുന്നത് അത് വിനയത്തിന്റെയും പരസ്പര സേവനത്തിന്റെയും അടയാളമായിട്ടിരിക്കുകയാണ്. ചില മറ്റ് ഇതര സഭകളിൽ അത് മറ്റുള്ളവരുടെ ദൃഷ്ടിക്ക് ബാഹ്യമായിട്ട് കാര്യം ചെയ്യാറുണ്ട്. അവർ റൗണ്ടിൽ ഇരുന്നിട്ട് ഒരാളുടെ കാല് കഴിയുന്നു, അടുത്ത മറ്റൊരാളുടെ കാല് കഴിയുന്നു. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള ആ നല്ല ഗുണത്തെയാണ് കർത്താവ് അവിടെ വിളിച്ചറിയിച്ചത്. നാം ദാസ്യത്തിന്റെ വേല ചെയ്യുന്ന കർത്താവിന്റെ നല്ല മക്കളാണ് എന്നുള്ളത് ആ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ കർത്താവ് അതിന് മാതൃകയാണ്. അതുകൊണ്ട് ഈ കാലുകളെ കുറിച്ചുള്ള പഠനത്തിൽ നാം ദാസ്യത്വത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. ഫിലിപ്പി ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, അതുകൊണ്ട് ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണമെന്ന് പറഞ്ഞിരിക്കുന്നു. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവിന്റെ ജീവിതത്തില് ഈ ഗുണങ്ങളെ നമുക്ക് പ്രകാശിപ്പിച്ച് തന്നിട്ട് പറയുകയാണ്, ഇത് ചെയ്യാനായിട്ടാ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഈ കാര്യം ചെയ്തിട്ട് കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്. അറിയാമോ? മുന്നോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്, ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ. അപ്പോൾ ഒരു കാര്യം സുനിശ്ചിതമാണ്, ചെയ്യാതിരുന്നാൽ ഭാഗ്യകരമായ അവസ്ഥയിലായിരിക്കുകയില്ല. അപ്പോൾ ദാസ്യത്വത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ചെയ്യേണ്ടതിന് ഈ കാലുകൾ നമുക്ക് തന്നിരിക്കുന്നു എന്നുള്ളത് നാം ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ്. നാലാമതായിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ കാലുകൾ ദൈവസന്നിധിയിലേക്ക് നമ്മെ ആനയിക്കപ്പെടുവാൻ ഇടയാകേണ്ടതാണ്. 122-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യത്തിൽ എന്താണ് വായിക്കുന്നത്? 122-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യത്തിൽ, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അപ്പോൾ ആലയത്തിലേക്ക് കടന്നു പോകുവാനായിട്ടുള്ള കാലുകളാണിത്. ഒന്ന് ചേർത്ത് പറഞ്ഞോട്ടെ, പ്രായോഗികമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ
ദൈവസന്നിധിയിലേക്ക് പോകുന്ന കാര്യത്തിൽ നമ്മുടെ കാലുകൾക്ക് എത്രത്തോളം ബലമുണ്ട്? നമ്മെ തന്നെ ചിന്തിച്ചാൽ മതി. ആരുടെയും ജീവിതത്തിലേക്ക് വിരൽ ചൂരേണ്ട യാതൊരു ആവശ്യവുമില്ല. നാം ദൈവസന്നിധിയിലേക്ക് പോകുവാനായിട്ട് നമ്മുടെ കാലുകളെ ഒരുക്കുന്ന ആ ആക്ഷരികമായിട്ടും പ്രായോഗികമായിട്ടും ഒരുക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യത്തിൽ നാം എത്രത്തോളം വിശ്വസ്തരായി തീർന്നു പോയിട്ടുണ്ട്, അത് നാം വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് എത്രത്തോളം സന്തോഷമുണ്ട് ആ വിഷയത്തില്? നമുക്ക് ചിലപ്പോഴൊക്കെ ചിന്തിക്കാൻ സമയമുണ്ടെങ്കിൽ പോയാം, ഇല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ആദ്യം നടക്കണം. എന്നാൽ അങ്ങനെയല്ല പ്രിയമുള്ളവരെ, നമുക്ക് സമയം വെറുതെ കിട്ടുകയില്ല. സമയത്തെ നാം റെഡീം ചെയ്യണം, നാം വീണ്ടെടുക്കണം. സമയത്തെ വീണ്ടെടുത്താലേ സമയം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ള സത്യം നാം ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഓർക്കുക, നാം നമ്മുടെ കാലുകൾ നാം കർത്താവിൻ്റെ നാമമഹത്വത്തിനായിട്ട് ഉപയോഗിക്കുന്നതിൽ എത്രത്തോളം ആയിത്തീർന്നിട്ടുണ്ട് എന്നുള്ളത് ചിന്തിക്കുക. അഞ്ചാമത്തെ കാര്യം, 5 കാര്യം പറയാം എന്നാണ് പറഞ്ഞത്. അഞ്ചാമത്തെ കാര്യം സങ്കീർത്തനങ്ങൾ 40:2. അതൊന്ന് വായിച്ച് നമുക്ക് വളരെ പരിചയമുള്ള ഭാഗമാണ്. 40:2 ഞാൻ എടുത്തിട്ട് വായിക്കാം. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേട്ടിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അപ്പോൾ ഈ കാലിന്റെ മഹത്വം എന്താണ്? ഒരു കാലത്ത് നാം എവിടെയായിരുന്നു? നാശകരമായ ആ കുഴഞ്ഞ ചേട്ടിന്റെ അവസ്ഥയിൽ നാം കിടന്നിരുന്നവരായിരുന്നു. എന്നാൽ കർത്താവിന്റെ സ്നേഹകരം നമ്മെ നീട്ടി ഉയർത്തിയപ്പോൾ എന്താണ് ചെയ്തത്? ഉറപ്പുള്ള പാറമേൽ നമ്മുടെ കാലുകളെ സ്ഥിരമാക്കിയിട്ട് നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കി. തുടർന്ന് വായിക്കുന്നത് അവന്റെ ജീവിതത്തെ ധന്യമാക്കി തീർത്തു എന്നാണ്. അവനെ കുറിച്ച് പുതിയ പാട്ട് പാടുന്ന അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, അത് പലരും കണ്ടിട്ട് എന്ത് ചെയ്തു? പലരും അത് കണ്ടിട്ട് ഭയപ്പെട്ട് ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. പ്രിയമുള്ളവർ, ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ ജീവിതം കണ്ടിട്ട് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരു വ്യത്യസ്തത തോന്നിയിട്ടുണ്ടോ? നാമും മറ്റുള്ളവരെ പോലെ തന്നെയാണ്. അവർ പറയുന്നത് നാമും പറയുന്നു, അവർ ജീവിക്കുന്ന പോലെ നാമും ജീവിക്കുന്നു. എല്ലാം ഒരുപോലെ തന്നെയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മെ വ്യത്യസ്തനാക്കുന്നത്? പ്രിയമുള്ളവരെ, നാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ ഉടമസ്ഥനായി തീരേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ഭാഗമുണ്ട്, ഇവിടെയും പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എലീശായെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞുകൊണ്ട് സംശയമുണ്ട്. അവിടെ പറയുന്നത് ശൂന്യകാർത്തി സ്ത്രീ തന്റെ ഭർത്താവിനോട് പറയുകയാണ്, നമ്മുടെ വീടിന്റെ ഈ വഴിയായി കടന്നു പോകുന്ന ഈ മനുഷ്യൻ വാസ്തവമായിട്ടും ഒരു ദൈവപുരുഷനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തന്റെ ഭർത്താവിനോട് സാക്ഷ്യം പറയുകയാണ്. ആരും പറഞ്ഞതല്ല. പ്രിയമുള്ളവരെ, നമ്മെ കുറിച്ച് നമ്മുടെ സമൂഹം പറയട്ടെ, നാം ഉൾപ്പെടുന്ന സഭയിലുള്ളവർ പറയട്ടെ, ഈ ആള് ഒരു ആത്മീയനാണ്, ഈ ആൾക്ക് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചില ഗുണഗണങ്ങൾ ഉണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കട്ടെ. പ്രിയമുള്ളവരെ, ഇത് തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന കാലുകൾ കൊണ്ട് ആയിരിക്കേണ്ട അവസ്ഥയെ നമ്മെ മനസ്സിലാക്കി തരികയാണ്. ഇത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനിശ്ചിതത്വങ്ങളും മാറ്റിക്കൊണ്ട് നമ്മുടെ കാര്യങ്ങളെ സുഗമമാക്കി തീർക്കുവാൻ നമ്മെ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ കാലുകൾ എന്നുള്ളത് നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. ഇനി ഇതിന് ഉദാഹരണമായിട്ട് തിരുവെഴുത്ത് പറയുന്ന ചില വ്യക്തി ജീവിതങ്ങളെ പരിചയപ്പെടുത്താം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ വിഷയത്തിൽ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്ന ചില വ്യക്തി ജീവിതങ്ങൾ. ഒന്നാമതായിട്ട് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് അബ്രാമിനെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നു, യഹോവ അബ്രാമിനോട് അരുളി ചെയ്തതെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന
ദേശത്തേക്ക് പോകുക. ഒരു പുറപ്പാടിനെ കുറിച്ച്, ഒന്ന് പുറപ്പെടേണ്ട ആവശ്യത്തെ കുറിച്ച് കർത്താവ് പറയുകയാണ്. ഈ കാലുകൾ കൊണ്ട് നീ പുറപ്പെടണം. എങ്ങോട്ടാ ഒന്നും പറയുന്നില്ല, ഞാൻ കാണിക്കുന്നില്ല. പ്രിയമുള്ളവരെ, വിശ്വാസത്താല് ജീവിതയാത്ര തുടരുവാനായിട്ട് നമ്മെ സഹായിക്കുന്ന ഈ കാലുകൾ, വിശ്വാസത്താലുള്ള ജീവിതം നയിക്കുവാനായിട്ട് ഈ കാലുകളെ ഒരുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അബ്രഹാം യാത്ര പുറപ്പെട്ടതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അബ്രഹാമിനോട് ഈ കാര്യം പറയുമ്പോൾ, നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകുക. അതിനു മുമ്പ് പറയുന്നത്, നീ നിന്റെ സ്വന്തക്കാരെ എല്ലാം വിടണം, ചാർച്ചക്കാരെ, ഭവനക്കാരെ എല്ലാവരും വിടണം. എത്രയോ വിഷമകരമായ ഒരു കാര്യമാണ് കർത്താവ്, ദൈവം അവരോട് പറയുന്നത്. എന്നാൽ താൻ വിശ്വാസത്താൽ അവൻ പോകുകയും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എങ്ങനെയാണ്? നാം പലപ്പോഴും നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിക്കും, അങ്ങോട്ട് പോയാൽ എങ്ങനെയാണ്. നാം പല കാര്യങ്ങളും ചിന്തിക്കും. കർത്താവ് വാസ്തവമായിട്ട് നമ്മോട് പറഞ്ഞതാണെങ്കിൽ അധൈര്യപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. നാം പാട്ടുകാരനോട് ചേർന്ന് ഇപ്രകാരം പാടാറുണ്ട്, അടുത്ത ചുവട് അറിയാതെ അല്ല, മുന്നിൽ ഒരു ചുവട് വയ്പാൻ മാത്രമിവിടെ കാണുന്നു ഞാൻ, ആയത് മതി എനിക്ക്, ശേഷമെല്ലാം ദൈവഹിതം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ദൈവഹിതാനുസരണം നാം ആക്കി തീർത്തു കഴിഞ്ഞാൽ അടുത്ത ചുവടിനെ കുറിച്ച് നമുക്ക് ലവലേശം ഭാരപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അബ്രഹാം ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് തന്റെ ജീവിതത്തിൽ മുന്നേറിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവം കാണിക്കുന്ന വഴിയിലൂടെ തന്റെ ജീവിതം നയിച്ചത് മുഖാന്തരം അവന്റെ ജീവിതം ഏറെ ധന്യകരമായി തീർന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. വീണ്ടും നാം കടന്നു വരുമ്പോൾ, പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, മോശയെ കുറിച്ച് നാം വായിക്കുമ്പോൾ എന്താണ് അവിടെ കാണുന്നത്? ഈ കാലുകൾ ഒന്നാമതാം കാണുന്നത് വിശ്വാസത്താൽ നാം നമ്മുടെ കാലുകളെ വിശ്വാസ ജീവിത യാത്രയ്ക്കായിട്ട് ഒരുക്കേണ്ട ആവശ്യമാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. മോശയോടുള്ള ബന്ധത്തിൽ നാം വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. അപ്പോൾ നോക്കുക, ഈ കാലുകൾ വിശുദ്ധ സ്ഥലത്ത് ചവിട്ടുവാനായിട്ട് നമ്മുടെ കാൽപ്പാടുകൾ പതിക്കേണ്ട ഒരു ഇടത്തെ കാണിച്ചു തരികയാണ്. ഇവിടെ മോശയോട് പറയുകയാണ്, നമുക്കറിയാം, സംഭവമെല്ലാം അറിയാം, അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നീ നിൽക്കുന്ന ഈ സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ നിന്റെ കാലിന് ചെരുപ്പ് അഴിച്ചു കളയുവാനായിട്ട് പറയുന്നു. പ്രിയമുള്ളവരെ, ഒരു കാര്യം നമ്മെ വളരെ ഗൗരവത്തോടെ ഓർമ്മിച്ചുണർത്തും. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ കാൽച്ചുവടുകൾ വയ്ക്കുന്നതിന് മുന്നമേ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. വിശുദ്ധമായിട്ടുള്ള ഒരു നടപ്പ് വലിയവനായിരിക്കുന്ന ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. സുവിശേഷങ്ങൾ നാം വായിക്കുമ്പോൾ ആ യാഗം കഴിക്കുവാൻ, വഴിപാട് കഴിക്കുവാനായിട്ട് പോകുന്ന ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. യാഗപീഠത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോഴാണ് ഓർമ്മ വരുന്നത്, എനിക്ക് ഇന്ന അവിടെ പ്രശ്നമുണ്ട്. കർത്താവ് പറഞ്ഞത്, നിന്റെ വഴിപാട് അവിടെ വയ്ക്കുക. നീ ആദ്യം പോയി നിന്റെ സഹോദരനോട് നിലനിൽക്കുക, നിന്റെ കാര്യം ക്രമത്തിലാക്കുക, പിന്നീട് വന്ന് നീ എനിക്ക് വഴിപാട് കഴിക്കുക. ഇത് ഏതൊരു വ്യക്തിയെ കുറിച്ചും വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തില് ആ കാര്യമുണ്ടല്ലോ. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തില് നാം പലപ്പോഴും പല സഭകളിലും ഇന്ന് അത് ചെയ്യുന്നുണ്ട്. നാം അപ്പത്തിൽ നിന്നും പാനപാത്രത്തിൽ നിന്നും ഭാഗഭാഗങ്ങളായി തീരുന്നതിന് മുമ്പ് അറിയേണ്ട കാര്യങ്ങളൊന്ന് വായിച്ചു, അതിന് പ്രബോധനമൊന്നും കൊടുക്കാറില്ല, ജസ്റ്റ് ഒരു ഓർമ്മയ്ക്കായിട്ടത് വായിക്കാറുണ്ട്. കുറ്റബോധമുള്ളവർക്ക് അതിനെ നിരപ്പ് പ്രാപിച്ചിട്ട് കൂട്ടായ്മയുടെ ബന്ധത്തിലേക്ക് വരുവാനായിട്ട് കഴിയേണ്ട ആവശ്യത്തെയാണ് അത് ഓർപ്പിച്ചുണർത്തുന്നത്. ഇവിടെ ദൈവം മോശയോട് പറയുകയാണ്, ഇത് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ കാലിലെ ചെരുപ്പ് അടിച്ചു. നമുക്കറിയാം,
ഇവിടെ നാം ഇവിടെ വന്നപ്പോൾ ചപ്പലെല്ലാം നമ്മുടെ ഷൂവും എല്ലാം അവിടെ വെളിയിൽ ഊരിയിട്ടു. കാരണം അത് വെളിയിലത്തെ പൊടിയൊന്നും ഈ ആലയത്തിൽ വരാൻ പാടില്ല. അപ്പോൾ അത് ലോകപരമായിട്ടുള്ള അനേകമായ കാര്യങ്ങളെ അതിനെ ഇല്ലായ്മ ചെയ്തിട്ട് വേണം അകത്തേക്ക് വരുവാൻ എന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നാം വളരെ ഗൗരവത്തോടെ ചിന്തിക്കുക. ഒന്നാമതായിട്ട് നാം കണ്ടു, ഇത് വിശ്വാസത്താലുള്ള യാത്ര ചെയ്യുവാൻ ഈ കാലുകൾ ഒരുക്കണം. രണ്ടാമതായിട്ട് ഈ കാൽപാദങ്ങൾ വിശുദ്ധ സ്ഥലത്ത് കാൽച്ചുവടുകൾ പതിക്കപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. മൂന്നാമതായിട്ട് യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്കറിയാം, യോർദാൻ നദി കര കവിഞ്ഞ് ഒഴുകുകയാണ്. ജനങ്ങൾക്ക് അപ്പുറം പോകണം. എന്താണ് അവിടെ ദൈവത്തിന് അവിടെ അവരെ അക്കരെ കടത്തുവാനായിട്ട് വിചാരിക്കുമ്പോൾ അവിടെ നടക്കുന്ന കാര്യം എന്താണ്? യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിലെ സംഭവം നാം പരിശോധിക്കുമ്പോൾ നാം അവിടെ വായിക്കുന്നത് അതിൻ്റെ 3-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ നാം വായിക്കുന്നത് 13-ാം വാക്യം വായിക്കുന്നു. സർവഭൂമിയുടെയും നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളൻകാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞിട്ട് മേൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും. എന്താണ് സംഭവിക്കുന്നത്? ഈ പെട്ടകം ചുമക്കുന്ന ലേവിയുടെ കാലുകൾ, ആ ഉള്ളം കാലുകൾ ആ നദിയിലേക്ക് പതിക്കുമ്പോൾ, ചവിട്ടുമ്പോൾ അവിടെ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം കൊണ്ട് അത്ഭുതങ്ങൾ നടക്കാറുണ്ടോ? അത്ഭുതങ്ങൾ നടക്കണം എന്നുള്ളതാണ് തിരുവചനം പറയുന്നത്. നാം ഈ പെട്ടകം ചുമക്കുന്ന ലേവ്യരായ ആളുകളുടെ കാൽപാദങ്ങൾ ആ കരകവിഞ്ഞൊഴുകുന്ന ആ യോർദാനിന്റെ നദിയിലെ വെള്ളത്തിൽ ഉള്ളംകാൽ ചവിട്ടുമ്പോൾ ജനത്തിന് അക്കരെ കടക്കുവാനായിട്ട് അവിടെ വഴി ഒരുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഈ നിലയിൽ ദൈവവചനം എന്ത് പറയുന്നുവോ അതനുസരിച്ച് ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിന് ഉദാഹരണങ്ങളാണ് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നാൽ അത് മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്പുറമാണ്. നാം വായിക്കാറുണ്ട്, അവന്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങളെക്കാൾ ഉന്നതമാണ്, അവന്റെ വഴികൾ നമ്മുടെ വഴികളെക്കാൾ ഉന്നതമാണ്. പ്രിയമുള്ളവരെ, അവൻ തുറക്കുന്ന വഴികൾ, അവന്റെ വിചാരങ്ങൾ അതെത്രയോ ശ്രേഷ്ഠമാണ്. നാം നമ്മുടെ ഈ കാലുകൾ വിശ്വാസത്തോടുകൂടെ ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് നമ്മുടെ നടപ്പ്, നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിക്കുന്നെങ്കിൽ അതെത്രയോ ശ്രേഷ്ഠമാണ് എന്നുള്ളത് നാം ഓർക്കേണ്ട വളരെ ആവശ്യമാണ്. മറ്റൊരു വ്യക്തി ദാവീദാണ്. ദാവീദ് നാം ഓർത്തതാണ്, സങ്കീർത്തനങ്ങൾ 40:2 നാം വായിച്ചതാണ്. കാലുകളെ പാറമേൽ നിർത്തുന്ന ഒരു സ്ഥിരപ്പെട്ട ജീവിതത്തിന്റെ ഉടമയായി തീർത്തത് നമുക്ക് കാണുവാനായി കഴിയും. ദാവീദിന്റെ ജീവിതത്തെ വളരെ വിറയിന്റെയും ഭീതിയുടെയും അവസ്ഥയിൽ നിന്ന് ഉയർത്തിയിട്ട് അവന് ഉറപ്പുള്ള പാറമേൽ നിർത്തി കാലുകളെ ആ ഉറപ്പുള്ള പാറമേൽ സ്ഥിരമാക്കിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിലുള്ള വിശ്വാസം നമ്മെ സ്ഥിരപ്പെട്ട ജീവിതത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവരികയും നമ്മുടെ ആത്മീയമായിട്ടുള്ള നിലനിൽപ്പിന് അത് കാരണമായി തീരുകയും ചെയ്യുന്നു എന്നുള്ളത് ഈ തരുണത്തിൽ നാം ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ യേശു കർത്താവാണ്, അത് നാം ഓർത്തതാണ്. ദാസ്യത്തിന്റെ കാര്യത്തോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചപ്പോൾ നാം ഓർത്തു, ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയ ദൈവപുത്രനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ആത്മനാഥൻ നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും നമ്മുടെ ദൃഷ്ടിയിൽ താഴ്ന്നെന്ന് തോന്നുന്ന ശുശ്രൂഷ ചെയ്തെങ്കിൽ നാം ഇത്രത്തോളം ചെയ്യുവാൻ ബാധ്യസ്ഥരാണ് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. സമൂഹത്തിൽ നമുക്ക് വലിയ ഉന്നത സ്ഥാനം കണ്ടേക്കാം, നാം നല്ല സമൂഹത്തിൽ നാം ശ്രേഷ്ഠന്മാരായിരുന്നേക്കാം. എന്നാൽ ദൈവമക്കളാണെങ്കിൽ ഓരോരുത്തർ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണുന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ
മറിയയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മറിയ യേശുവിന്റെ കാൽക്കൽ ഇരുന്നാണ് ദൈവവചനം കേട്ടത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഈ കാലിന്റെ പ്രാധാന്യം ചിന്തിക്കുമ്പോൾ ദൈവസന്നിധിയിൽ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് വചനം കേൾക്കുവാനായിട്ടുള്ള ഒരു അഭിവാഞ്ച നമുക്ക് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ വീണ്ടും നാം കടന്നു വരുമ്പോൾ പൗലോസിനെ കുറിച്ച് അറിയാം. സുവിശേഷം അറിയിക്കുവാനായിട്ട് തന്നെ സമർപ്പിച്ച ഒരു പൗലോസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. തൻ്റെ കാലുകൾ കർത്താവിൻ്റെ സുവിശേഷത്തിനായിട്ട് തന്നെ സമർപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 7 കാര്യങ്ങൾ പറഞ്ഞു. 8ാമത്തെ കാര്യം ഒരു പാപിനിയായ സ്ത്രീയെ കുറിച്ചാണ്. അവളെന്താ ചെയ്തത്? അവളുടെ കണ്ണുനീര് യേശുവിന്റെ കാൽക്കൽ ഒഴിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും നമ്മുടെ പരാധീനങ്ങളും എല്ലാം നാം ഒഴിക്കപ്പെടേണ്ട സ്ഥാനം കർത്താവിന്റെ കാലുകളോടുള്ള ബന്ധത്തിൽ ഇത് നാം അറിയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് നാം എങ്ങും പോകേണ്ട ആവശ്യമില്ല. നാം കടന്നു പോകേണ്ട ആവശ്യം ഒരേ ഒരു സ്ഥാനം, കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധാനം. സങ്കീർത്തനക്കാരൻ 121 പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ചോദ്യമാണ്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എനിക്ക് സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നാകുന്നു. പ്രിയമുള്ളവരെ, നമുക്കുള്ള സഹായം എവിടെന്നാ? ഉന്നതത്തിൽ നിന്നാണ്, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നല്ല. അത് നാം ഓർക്കേണ്ട ആവശ്യമാണ്. നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് കാര്യം നേടിയെടുക്കാനായിട്ട് പല ആശ്രയങ്ങൾ നടത്താറുണ്ട്. പക്ഷെ ദൈവവചന പ്രകാരം ചിന്തിക്കുമ്പോൾ അതൊന്നും അല്ല നമുക്ക് ആവശ്യം. നമ്മൾ വിശ്വാസികളായിട്ടുള്ളവരും പൈസ കൊടുത്ത് കാര്യങ്ങൾ സാധിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ആത്മനാഥന്റെ സന്നിധിയിൽ ആത്മാർത്ഥയോടെ വെച്ച് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഉത്തരം ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. 9ാമത്തെ കാര്യം പത്രോസാണ്. പത്രോസിന്റെ കാലം നമുക്കറിയാം. യേശു കർത്താവ് വെള്ളത്തിന്മേല് നടന്നു. ആദ്യം അവർ പേടിച്ചു. അപ്പോൾ പത്രോസ് പറഞ്ഞു, നീ കർത്താവാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, എന്നെ അങ്ങ് നടക്കാനായിട്ട് വിളിക്കുക. കർത്താവ് പറഞ്ഞു, നീ പോരെ. ഒരു സ്റ്റെപ്പ് വെച്ചു, 2 സ്റ്റെപ്പ് വെച്ചു. അടുത്ത എന്താ സംഭവിച്ചത്? അവൻ അവിടെ ഇവിടെ നോക്കി, ആ തിരമാലകൾ കണ്ടു, ആ ഓളങ്ങൾ കണ്ടു. അവൻ വെള്ളത്തിലേക്ക്, നിലയില്ല വെള്ളത്തിലേക്ക് താഴ്വാനായിട്ട് പോകുകയാണ്. നോക്കുക, എന്താണ് നമ്മെ ഓർപ്പിക്കുന്നത്? നമുക്ക് ഉറച്ച ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അവൻ പറയുന്നുണ്ട്, നീ കർത്താവാണെങ്കിൽ എന്നെ അങ്ങോട്ട് വരാൻ. അവൻ ശബ്ദം മനസ്സിലാക്കിയാ പറയുന്നത്. പക്ഷേ എന്നിട്ടും അവൻ ചഞ്ചലപ്പെട്ടു. അവൻ മാനസികമായിട്ട് തളർന്നു. അവൻ കാറ്റിനെയും കോളിനെയും അവൻ ശ്രദ്ധിച്ചു. പ്രിയമുള്ളവരെ, നാം ശ്രദ്ധിക്കുന്നത് എന്താണ്? നിങ്ങൾ എന്താണ് കാണുന്നത്? നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കുന്നത്? നാം എന്താണ് ചിന്തിക്കുന്നത്? കർത്താവ് നമ്മോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, തിരുവചനത്തില് ഭയപ്പെടേണ്ട എന്ന വാക്ക് എത്ര പ്രാവശ്യം പറയണം? 365 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. പക്ഷെങ്കിൽ 365 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വർഷത്തിലെ എല്ലാ ദിവസവും നമുക്ക് ഓരോ സന്ദേശമുണ്ട്. മാനെ, നീ ഭയപ്പെടേണ്ട എന്നാ. പക്ഷേ നാം ഭയപ്പെടും. ഇനി എങ്ങനെയാ ഈ കാര്യങ്ങളൊക്കെ? എങ്ങനെയാ? എന്തു ചെയ്യും? പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തോടും വളരെ ഹൃദയഭാരത്തോടും കൂടെ പറയട്ടെ, നാം അങ്ങനെ ചഞ്ചലനായി തീരുവാൻ നമുക്ക് ആവശ്യമില്ല. നാം പാടാറുണ്ട്, മനമേ ചഞ്ചലം എന്തിനായി, കരുതാൻ വല്ലഭനില്ലയോ. നമുക്ക് നാദമുണ്ട്. പ്രിയമുള്ളവരെ, വളരെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കി. വളരെ തിരക്കുള്ള ഒരു പട്ടണത്തില് നടുവിൽ നിൽക്കുന്ന ഒരു വൃക്ഷത്തിന്റെ മുകളിൽ 2 ഇണക്കിളികൾ ഇരിക്കുകയാണ്. ഭാവനയാണ്. അപ്പോ ഒരു കിളി മറ്റു കിളിയോട് പറയുകയാണ്, ഈ ആളുകൾ, ഈ മനുഷ്യർ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്? അപ്പോൾ മറ്റേ ഇണക്കിളി പറയുകയാണ്, അതെ, നമ്മെ കരുതുന്ന കർത്താവിനെ പോലെ ഒരു കർത്താവ് അവർക്ക് കാണില്ലായിരിക്കാം. ഇവളവരെ നമ്മുടെ ജീവിതം കണ്ട് അങ്ങനെ ദുഃഖകരമായ അവസ്ഥയിലേക്ക് പോകുവാൻ ഇടവരല്ലേ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഓർപ്പിക്കുകയാണ്. ഇനിയുള്ള കാര്യങ്ങൾ എടുത്തു വായിക്കുന്നില്ല. നോട്ട് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്തോളൂ.
ഇനി വിശ്വാസികളുടെ നടപ്പിനുള്ള ചില പ്രത്യേകതകളാണ്. അത് ജസ്റ്റ് പറഞ്ഞു മാത്രം പോകാം, റെഫറൻസും പറയാം. പുതിയ ജീവനിൽ വിശ്വാസികളുടെ നടപ്പിൻ്റെ പ്രത്യേകതകളാണ്. അവരുടെ കാലുകൾ കൊണ്ട് അവർക്കുള്ള നടപ്പിൻ്റെ പ്രത്യേകത. ഒന്നാമത്, അവർ പുതിയ ജീവനിൽ നടക്കുന്നവരാണ്. റോമാലേഖനം 6-ാം അധ്യായം 4-ാം വാക്യം വളരെ പരിചയമുള്ള. രണ്ടാമത്തെ കാര്യം, അവർ വിശ്വാസത്താൽ നടക്കുന്നു. 2 കൊരിന്ത്യർ 5:7 കാഴ്ചയിലല്ല വിശ്വാസത്താൽ അത്രേ നടക്കുന്നു എന്ന് പറയുന്നു. മൂന്നാമത്തെ കാര്യം, അവർ ആത്മീയതയിൽ നടക്കുന്നവരായിരിക്കണം. ഗലാത്യലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം വായിക്കുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടപ്പേൻ. ദൈവാത്മാവിൻ്റെ നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. പിന്നീട് നാം നാലാമതായിട്ട് കാണുന്നത്, വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞ്, നിങ്ങളെ വിളിച്ചവന്റെ അല്ല അതല്ല നമുക്കത് അത് വായിക്കാം. എഫേസ്യ ലേഖനം പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ അപ്പോസ്തലൻ എഫേസ്യരെ പ്രബോധിപ്പിക്കുന്ന, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്നത് ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. ശ്രമിക്കാനാണ് പറഞ്ഞിരിക്കുന്നു. സാധിക്കാത്ത പല കാര്യങ്ങളും ഇതിലുണ്ട്. സാധിക്കില്ല, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനൊരു ശ്രമം നടത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ ധന്യമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? അവിടെ സ്നേഹത്തിൽ നടക്കാൻ പറഞ്ഞു. ആകെ പ്രിയമക്കളെന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കും. നമ്മുടെ കർത്താവ് സ്നേഹത്തിന്റെ മൂർത്തിമൽഭാവമാണ്. ഏത് വശത്തോടുകൂടിയും കർത്താവിന്റെ സ്നേഹം കാണുവാൻ കഴിയുന്നു. അല്ലെങ്കിൽ ഈ സ്നേഹത്തിന്റെ സന്ദേശം അറിയിക്കുന്ന, ഈ സ്നേഹത്തെ പോഷിക്കുന്ന, ഈ സ്നേഹത്തെ എപ്പോഴും ഉച്ചരിക്കുന്ന നാം ഇങ്ങനെയുള്ളവരായിരിക്കണം. നാം സ്നേഹത്തിലാണ് നടക്കേണ്ടത്. ഇല്ല എങ്കിൽ കർത്താവ് വിശ്വസിക്കുന്നു എന്ന് പറയുന്നത്, കർത്താവിലാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് സ്നേഹത്തിൽ നടക്കുവാനായിട്ട് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ 5-ാം അധ്യായം എഫേസ്യ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ഇത് ദുഷ്കാലമാണ്. അതിന്റെ 15-16 വാക്യം, ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടേ നടപ്പാൻ നോക്കുകയും ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ കാലം വല്ലാത്തതാണ്. ഈ കാലം ദുഷ്കാലമാണ്. ഈ കാലം നമുക്ക് യോഗ്യമായിട്ടുള്ളതല്ല. അതുകൊണ്ട് നാം വളരെ സൂക്ഷ്മത്തോടെ ദൈവിക ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് നാം നടപ്പാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ 1 യോഹന്നാൻ 1:7 പറയുന്ന, വെളിച്ചത്തിൽ നടക്കണം എന്നാണ് പറയുന്നത്. വെളിച്ചത്തിൽ നടക്കുന്നതിന് വെളിച്ചം നമുക്ക് ആവശ്യമാണ്. രാത്രി നടക്കുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത്? നാം അതിന് ആവശ്യമായ വെളിച്ചം കരുതും. 1 യോഹന്നാൻ 1:7 വാക്യത്തിൽ വായിക്കുന്നത് പ്രകാരമാണ്, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നാം ഈ കർത്താവ് വെളിച്ചത്തിലിരിക്കുകയാണ്. കർത്താവിൻ്റെ മുമ്പാകെ നാം ആയിരിക്കുന്നുവെങ്കിൽ നാം ഈ വെളിച്ചത്തിൽ നടക്കുന്നു എന്നുള്ള സത്യം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. സുബോധത്തോടെ ജീവിപ്പാൻ കഴിയേണ്ടത് ആവശ്യമാണ്. സുബോധം വിട്ട് ജീവിച്ചാൽ നാം വഴിതെറ്റുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ക്രിസ്തുവിനെ പോലെ നാം ആകേണ്ടത് വളരെ ആവശ്യമാണ്. എങ്ങനെയാണെന്ന് നാം പറയേണ്ടത്? അതിൻ്റെ തന്നെ ആ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നത്, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടത് ആവശ്യമാണ്. ഈ കാലുകൾ കൊണ്ട് നമുക്ക് നടക്കാനായിട്ടുള്ള മാതൃക എന്ന് പറയുന്നത് കർത്താവാണ്. മറ്റ് നല്ല സ്വഭാവ ഗുണങ്ങളുള്ളവരെ അനുകരിച്ചു, പക്ഷേ നമുക്ക് എല്ലാവർക്കും മാതൃകാ പുരുഷൻ കർത്താവാണ്. അവൻ നമുക്ക് പിന്തുടരുവാനായിട്ട് നല്ലൊരു മാതൃക
വെച്ചു പോയിരിക്കുന്നു എന്ന് പത്രോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ നടപ്പ്, നമ്മുടെ ജീവിതം, നമ്മുടെ സേവനം, നമ്മുടെ ശുദ്ധീകരണം ഇതെല്ലാം നാം ക്രമത്തിലാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതിനൊക്കെയുള്ള മാനദണ്ഡവും മാതൃകയും നമ്മുടെ കർത്താവാണ് എന്നുള്ള സത്യത്തെ നാം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവമുമ്പാകെ നടന്ന അനേകം ഭക്തന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിനെ പറയുവാൻ ഇനി എൻ്റെ മുമ്പിൽ സ്ഥാനമില്ല, സമയമില്ല. അതുകൊണ്ട് നമുക്കറിയാം, അബ്രഹാം അങ്ങനെ ദൈവമുമ്പാകെ നടന്നു. അതുപോലെ ഏലിയാവും എലീശയൊക്കെ നടന്നു. അതുപോലെ ഹിസ്കിയാവ് പറഞ്ഞു, ഞാൻ നടന്നതാണ്, പക്ഷേ നീ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വരുത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവമുമ്പാകെ നടക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് അതൊക്കെ വിളിച്ച് ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ സത്യത്തിൽ നടക്കേണ്ട ആവശ്യത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഈ വായിച്ച ഭാഗങ്ങളോട് അടുത്തുള്ള വാക്യമായതാൽ അതും കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. യോഹന്നാന്റെ 2-ാം ലേഖനം അതിൻ്റെ 4-ാം വാക്യത്തിൽ നിന്ന് ഇപ്രകാരം വായിക്കുന്നു: നമുക്ക് പിതാവിൽ നിന്ന് കൽപ്പന ലഭിച്ചതുപോലെ അവിടുത്തെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നത് ഞാൻ കണ്ട് അത്യന്തം സന്തോഷിച്ചു. അപ്പോൾ മൂപ്പനായ യോഹന്നാൻ പറയുന്നത് നടപ്പിനെ കുറിച്ച്, സത്യത്തിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് സന്തോഷിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നടപ്പ് സത്യത്തിലായി കഴിഞ്ഞാൽ നമ്മുടെ കർത്താവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സന്തോഷിക്കും എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനവും അത് സന്തോഷദായകവുമായി തീരും എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ്. 3-ാം ലേഖനത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: പ്രിയനെ, നീ സഹോദരന്മാർക്കും വിശേഷ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലേക്കും. 3-ാം വാക്യം: ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, സഹോദരന്മാർ വന്നു നീ സത്യത്തിൽ നടക്കുന്നു എന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയുകയാൽ ഞാൻ അത്യന്തം സന്തോഷിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന ഏക വിഷയം സത്യത്തിൽ നടക്കുക എന്നുള്ളതാണ്. നമ്മുടെ കർത്താവ് സത്യമാണ്. സത്യം എന്നാൽ എന്ത് എന്ന് ചോദിച്ച ഒരു കൂട്ടം ആളുകളോട് കർത്താവാണ് സത്യമെന്ന് പറഞ്ഞു. കർത്താവ് തന്നെ പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ സത്യമായ കർത്താവിനെ നാം അനുസരിച്ച് അവനെ അറിഞ്ഞ് അവൻ്റെ മക്കളായി തീർന്നവരാണെങ്കിൽ അവൻ നമുക്ക് പാലിക്കുവാനായിട്ട് നമ്മോട് പറഞ്ഞിട്ടുള്ള സകല കാര്യങ്ങളിലും വിശ്വസ്തരായിട്ടും അതിനനുസാരം ജീവിക്കുവാനും കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ നാം ജീവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പിതാവായ ദൈവം മഹത്വപ്പെടുകയാണ്. പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ശുശ്രൂഷയിലേക്കും നമ്മുടെ ആ ജീവിതമായി തീരുന്നു എന്നുള്ളത് നാം വളരെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് ആകയാൽ നമ്മുടെ ശരീരങ്ങളെ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നുവെങ്കിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ഏറെ വിശ്വസ്തരായിട്ട് ജീവിച്ച് എല്ലാറ്റിലും ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് ഇടവരട്ടെ. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. നമുക്ക് നമ്മുടെ ശരീരങ്ങളെ കൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.